ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്. അതിലെ ആദ്യത്തെ 2 ചാപ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 3ാമത്തെ യൂണിറ്റിന്റെ അവസാനത്തെ പാഠം ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ടിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ണിയുടെ വിമാനയാത്ര. ഇതൊരു ചെറിയൊരു കവിതയാണ്. നമുക്കിപ്പോൾ യാത്രയെക്കുറിച്ചാണ് നമ്മൾ 3ാമത്തെ യൂണിറ്റ് മെയിൻ ആയിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? യാത്രയാണ് അല്ലേ. അപ്പോൾ യാത്രയെക്കുറിച്ചാണ് ആദ്യത്തെ 2 പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, യാത്രയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാം എന്നറിയാം. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യ വിമാനയാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ പാഠത്തിന്റെ പേരെന്താ? ഉണ്ണിയുടെ വിമാനയാത്ര അല്ലേ. വായിക്കാം ആദ്യം. വാരുളിയാളുമീ പാവ പരുന്തിന്റെ വായിൽ നാം ചെന്നറിയല്ലോ, കൂറ്റൻ മരങ്ങൾക്കു മീതേതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ, പിന്നെയും വീട്ടിലേക്കെത്തും വരയ്ക്കമ്മ എന്നെ മടിയിലിരുത്തു, ഇത്തിരി മുമ്പു നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ, നിശബ്ദമായി അങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ, മന്നിടം നീലെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ, 4 പാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടുകൾ വീണിഴയുന്നു, അന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽമാല പതഞ്ഞു പൊങ്ങുന്നു, വെണ്മയും നീലവും വെണ്മയും വേറെ നിറങ്ങളില്ലെങ്ങും, എങ്ങുപോയി 1000 ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം, ഒന്നുമില്ലല്ലോ ചിറകിനൊന്നലിയല്ല തുണിക്കും തോന്നുന്നു പാടാൻ, പാറി ഉയരുമ്പോൾ ഏതു പറവിയും പാടുവാൻ എന്തെന്നറിഞ്ഞേൻ, വീട്ടുമുറ്റങ്ങളിലീ വിമാനത്തിൻ കൺ നട്ടുനിൽപ്പുണ്ടാമൻ കൂട്ടർ, പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാ മിതിലേറാൻ നെഞ്ചിലൊട്ടാശയമുണ്ടാം, അന്തിക്കു വാനിന്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ, പണ്ടെങ്ങും കാണാത്ത ചേലും വലിപ്പവും ഉണ്ടിത്തിന്നിപ്പോളൻ എന്നമ്മേ, എല്ലാം നിഴൽപ്രായം ആകാശക്കപ്പലിൽ തല്ലിനടിയിൽ നീന്തുമ്പോൾ, ചുറ്റും കടന്നുവന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റു നോക്കിക്കൊണ്ടേ നിൽപ്പൂ, നോക്കുക താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. ഇത് ആരെഴുതിയ കവിതയാണ്? ബാലാമണി അമ്മ അല്ലേ. ഇത് ഏത് കൃതി എന്നാണ്? ബാലഹൃതി എന്നുള്ള കൃതി എന്നുള്ള ഒരു കവിതയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം കേട്ടോ. കവിതയുടെ ആശയം: പ്രശസ്ത കവയത്രി ബാലാമണി അമ്മയുടെ കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര. ആദ്യമായി വിമാനയാത്ര നടത്തി ആകാശത്തിലെ കാഴ്ചകൾ കണ്ടതിനെ കുറിച്ച് ഉണ്ണി പറയുന്നതാണ് ഈ കവിതയിലെ ആശയം. ഉണ്ണി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ. ഈ കവിതയുടെ ആശയം: ഭംഗിയുള്ള ഒരു പാവ പരുന്തിനെ വായിൽ ചെന്ന് കയറി എന്നാണ് ഉണ്ണി വിമാനത്തിൽ കയറിയതിനെ കുറിച്ച് പറയുന്നത്. വലിയ വലിയ മരങ്ങൾക്ക് മുകളിലൂടെ ശബ്ദമുണ്ടാക്കി കാറ്റിൽ വിമാനം പറക്കുകയാണ്. വീട്ടിലെത്തുന്നത് വരെ തന്നെ മടിയിൽ ഇരുത്താമോ എന്ന് ഉണ്ണി ചോദിക്കുന്നു. ആരോട്? അമ്മയോട് അല്ലേ. വിമാനം ഉയർന്നു പോകുന്തോറും ഭൂമി മുഴുവൻ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ഉണ്ണി പറയുന്നു. ഉണ്ണി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. നീല നിറമുള്ള അന്തരീക്ഷത്തിൽ ചെറു കുന്നുകൾ പോലെ മേഘക്കൂട്ടങ്ങൾ കേട്ടോ. ഇവിടെ മേലെ കൂട്ടങ്ങൾ പതഞ്ഞു പോകുന്നു, മേഘക്കൂട്ടങ്ങൾ പതഞ്ഞു പോകുന്നു. ഇവിടെ മേഘം എന്ന് എഴുതുന്നത് മേലെ പോലെ മേഘക്കൂട്ടങ്ങൾ കേട്ടോ. മേഘക്കൂട്ടങ്ങൾ എന്ത് ചെയ്യുന്നു? മേഘക്കൂട്ടങ്ങൾ പതഞ്ഞു പൊങ്ങുന്നു. ആകാശത്ത് എത്തിയപ്പോൾ വെളുപ്പും നീല നിറവും അല്ലാതെ വേറെ നിറങ്ങളൊന്നും കാണാനില്ല. ഭൂമിയിലായിരുന്നപ്പോൾ ആയിരക്കണക്കിന് ജീവികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അതെല്ലാം എവിടെ പോയി എന്ന് ഉണ്ണി സംശയിക്കുന്നു. ഒരു മണവും എങ്ങുനിന്നും ഉയരുന്നില്ല, മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഉണ്ണിക്ക് അപ്പോൾ പാടാൻ തോന്നുന്നു. ഉയരത്തിൽ എത്തുമ്പോൾ ഏത് പക്ഷിയും പാടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഉണ്ണിക്ക് മനസ്സിലാകുന്നു. വീടുകളുടെ ഒരു മണവും എങ്ങുനിന്നും ഉയരുന്നില്ല അല്ലെ. വീടുകളിൽ നിന്ന് ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒരു മണവും എങ്ങുനിന്നും ഉയരുന്നില്ല. അല്ലെങ്കിൽ ഇത് മതി, വീടുകളുടെ എന്നുള്ളത് വേണ്ട. ഒരു മണവും എന്ത് ചെയ്യുന്നില്ല? ഉയരുന്നില്ല. ഒരു മണവും എങ്ങുനിന്നും ഉയരുന്നില്ല.
മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഉണ്ണിക്ക് അപ്പോൾ പാടാൻ തോന്നുന്നു. ഉയരങ്ങളിൽ എത്തുമ്പോൾ വീണ്ടും അതേ സെന്റൻസ് ആണ്. ഉണ്ണിക്ക് അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ആ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. കട്ട് ചെയ്യാട്ടോ, ഈ സെന്റൻസ് വേണ്ട. അത് ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യണത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണിക്ക് മനസ്സിലാവുന്നു. വീടുകളുടെ മുറ്റങ്ങളിൽ ഈ വിമാനത്തിലേക്ക് നോക്കി തന്റെ കൂട്ടുകാർ നിൽപ്പുണ്ടാവും. കുഞ്ഞു കൈകൾ വിമാനത്തിലേക്ക് ചൂണ്ടുന്നുണ്ടാവാം. ഇതിൽ കയറാൻ അവരുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരിക്കാം. സന്ധ്യാസമയമായി. ആകാശത്തിന്റെ വക്കത്ത് ഇതാ ചെന്തി ഉടുപ്പിട്ട പോലെ ചുവന്നു തുടുത്ത സൂര്യൻ നിൽക്കുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ നിൽക്കുന്നു. കാണാത്ത ഭംഗിയും വലുപ്പവും സൂര്യന് ഇപ്പോൾ ഉണ്ട് അമ്മേ എന്ന് കുട്ടി പറയുന്നു. ഈ ആകാശ കപ്പൽ മേഘങ്ങൾക്കിടയിലൂടെ നീന്തുമ്പോൾ എല്ലാം നിഴൽ പോലെയാണ് തോന്നുന്നത്. ഇരുട്ടിൽ താഴെ ബൾബുകൾ പ്രകാശിക്കുന്നത് കണ്ട് വെളിച്ചത്തിന്റെ മുട്ടുകൾ വേഗത്തിൽ വിരിഞ്ഞു വരുന്നത് കാണുന്നു എന്ന് ഉണ്ണി അമ്മയോട് പറയുന്നു. ഓക്കെ, ഇതാണ് കവിതയുടെ ആശയം എന്ന് പറയുന്നത്. കവിതയിൽ എന്താണ്, ഒരു കുട്ടിയുടെ ആദ്യ വിമാനയാത്രയെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.